ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓണം വ്ലോഗാണ്. ഞാൻ നേരത്തെ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് നമ്മളുടെ പൂക്കളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓണ സമയത്ത് കറക്റ്റ് സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിച്ചു. കുട്ടിയും അവരൊക്കെ എണീറ്റു. അമ്മയും അച്ഛനും എന്താ സദ്യയുടെ പ്രിപ്പറേഷനിലാണ്. കുട്ടിയും വിഷ്ണു എന്താ എണീക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൂക്കളം ഇടാനുള്ളൊരു പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ കുട്ടീനെ പ്ലേ പെന്നിലാക്കി. കാരണം നമ്മൾ ഇടുമ്പോൾ വെറുതെ അവൻ വന്നിങ്ങനെ തോണ്ടി പിന്നെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ പൂക്കളെങ്ങാനും വായിൽ കിട്ടാലോ എന്ന് വെച്ചിട്ട് നമ്മളത് ഇതാക്കി. അപ്പോൾ കുട്ടീനെ ആദ്യം പച്ചക്കറികൾ ഇത്ര അധികം ഐ തിങ്ക് വെറൈറ്റി ആളുടെ സ്ഥിരമായിട്ടുള്ളൊരു ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കാണിച്ചിട്ട് ഇതാ കൂട്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പ്ലേ പാനിലേക്ക് ഇട്ടു. പാവം തോന്നി ആൾ. ചെറുത് പിന്നെ എന്താ ബേബി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നെയും വിഷ്ണുവിനെ ഒന്നും അങ്ങനെ വലിയ കാര്യത്തിലൊന്നും നോക്കണ്ടായിരുന്നില്ല. ബട്ട് അമ്മേനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കണ്ടായിരുന്നു. കാരണം അറിയാം അമ്മ മാത്രമേ എടുക്കുള്ളൂ, അവിടെ നിന്ന് മനസ്സ ലീവ് ജാസ്തി അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് കുട്ടിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതാണ് കുട്ടി അമ്മേനെ നോക്കി ചിരിച്ച് മയക്കുണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പൂക്കളത്തിന് മെയിനായിട്ടുള്ള പരിപാടി പൂക്കളം അതിൻ്റെ പരിപാടിക്ക് നിന്നു. പിന്നെ ഓണം, അതായത് സെപ്റ്റംബർ 15 അപ്പോൾ അന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നമ്മളുടെ ഫാമിലിയിൽ. ബേബിക്ക് 10th മന്ത്, ബേബിയുടെ ബർത്ത്ഡേ വന്നിട്ട് November 15 അപ്പോൾ ബേബിക്ക് കറക്റ്റ് 10th മന്തും കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ബേബിയുടെ ഫസ്റ്റ് ഓണമായിരുന്നു, പ്ലസ് 10th മന്ത് 10 months കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് വ്ളോഗിലും മനസ്സിലാവും. അതിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു നമ്മളൊരു ക്ലിപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഇട്ടു നമ്മൾ, പിന്നെ റെഡിയായി. അപ്പോൾ രാവിലെ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയൂ. നമ്മളുടെ അവിടെയൊക്കെ ഇങ്ങനെ രാവിലെ നേന്ത്രപ്പഴവും പപ്പടവും കൂട്ടിയിട്ടാണ് ഓണത്തിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അതായിരുന്നു, നേന്ത്രപ്പഴം പുഴുങ്ങിയതും പപ്പടവും, അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി, പഴം, പപ്പടം, ഓണം സ്പെഷ്യൽ കുട്ടി. എല്ലാം റെഡി. ഇനി കുക്ക് ചെയ്യാൻ വേണ്ടു. ദേശി ജുഗാടും പൂക്കളം കുട്ടി അട്ടാക്കി വേണ്ടിയിരിക്കുകയാണ്. ഉച്ചവരെയെങ്കിലും സർവൈവ് ചെയ്യാൻ. അമ്പാടി എന്ത് ചെയ്യണേ? ലോണ്ടറി ബാസ്ക്കറ്റിനുള്ളിൽ ടാറ്റ പോയിട്ട് വരും. ടാറ്റ. കുട്ടിക്ക് ഇതുവരെ നമ്മൾ പപ്പടം കൊടുത്തിട്ടില്ല. അപ്പോൾ ബേബിയുടെ ഇലയിൽ എന്തായിരുന്നു റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുട്ടി ചോറ് ഇങ്ങനെ പറക്കി പറക്കി കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമാണ്. ബട്ട് ഇലയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നമ്മൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. പക്ഷെ ആള് ഭയങ്കര സിമ്പിളായിട്ട് ചോറ് മാത്രം എടുത്ത് കുറച്ച് നേരം കളിച്ച് പുണ്യാഹം തെളിക്കണ പോലെ എല്ലാ സ്ഥലത്തും തെളിച്ച് പപ്പടം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വിഷ്ണു വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. പപ്പടത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുത്തു വന്നു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്ളോഗ് എൻജോയ് ചെയ്യൂ. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
ഇത്തിരി ഒരു പൂ കിട്ടിയാൽ ഞാൻ വേറെ വേണ്ട. ഇത് നോക്കാം അമ്പാടി. അമ്പാടി ഇതാ 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 ഒന്ന് കുറുമ്പില്ല കേട്ടോ. ഇത്തിരി ഒരു കുറുമ്പൊക്കെ കാണിച്ചൂടെ? ആ വായിലിടണ്ട. അതാ ഒന്ന് നടുവിലേക്ക് കുറച്ചുകൂടി. കായ ചിപ്സ്, ശർക്കര വഴറ്റിയത്, സദ്യ മാങ്ങാക്കറി, പുളിയിഞ്ചി, നാരങ്ങക്കറി, കയ്പക്കായ വറുത്തത്, വെണ്ടക്കായ വറുത്തത്, ചേന വറുത്തത്, കൊണ്ടാട്ടം, താമരവളയം, വെണ്ടക്കായ കിച്ചടി, ബീട്രൂട്ട് പച്ചടി, ഓലൻ, ഇഷ്ടു, ക്യാബേജ് തോരൻ, ബീൻസും ക്യാരറ്റും മെഴുക്കുവരട്ടി, കായും പയറും മെഴുക്കുവരട്ടി, കൂട്ടുകറി, കാളൻ, അവിയൽ. അതെ, ബേബിയുടെ 10th മന്ത് ആയതുകൊണ്ട് 10 എന്ന് എഴുതിയിട്ട് നമുക്ക് സ്റ്റേറ്റസ് ഇടാൻ വേണ്ടിയിട്ട് മെയിൻലി സദ്യ. അപ്പോൾ 10ാമത്തെ മാസം അത് കുറച്ചുകൂടി നമുക്ക് സ്പെഷ്യലായിരുന്നു. അപ്പോൾ 0ൻ്റെ നടുവിൽ ഓട്ടയാക്കിയിട്ട് സാമ്പാർ ഒഴിക്കാനൊക്കെ അതൊരു നമ്മളുടെ ഒരു സന്തോഷം. അപ്പോൾ 10 എന്ന് എഴുതിയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തത്. അങ്ങനെ പരിപ്പ്, സാമ്പാർ, പപ്പടം, രസം, പാലട പ്രഥമൻ, മോര്. ഇതായിരുന്നു നമ്മുടെ കുട്ടിയൊരു ഓണം സെലിബ്രേഷൻ. അമ്മയും അച്ഛനും വന്നു നാട്ടിൽ നിന്ന്. നമ്മുടെ ഒരു ചെറിയൊരു ഔട്ട് ഓഫ് കേരള ഒരു ഓണം സെലിബ്രേഷൻ. ബേബീൻ്റെ ഫസ്റ്റ് സെലിബ്രേഷനായിരുന്നു, ഓണം സെലിബ്രേഷനായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.